വന്നത് മുതൽ ചെറിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ നിയമം അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഇതിൽ മുന്നോട്ട് പോക്കുണ്ടാവുമോ എന്നുള്ളത് നോക്കാനായിട്ടാണ്. ഒരു മോളുണ്ട്, അവനെത്രയും കാണാതാകുന്നത് 2021 ഒക്ടോബർ മാസത്തിലാണ്, അല്ല സെപ്റ്റംബർ. ആ സമയം തൊട്ട് ഈ കുടുംബം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി. പക്ഷേ ഒരു മത്സ്യത്തൊഴിലാളി പറഞ്ഞു സജീവൻ ഒഴുകി പോകുന്നുണ്ടെന്ന്. അതോടുകൂടി ആ അന്വേഷണം ക്ലോസ് ചെയ്തു. ഇവിടുത്തെ CPM-ന്റെ പ്രാദേശിക നേതാക്കളെ ചോദ്യം ചെയ്തു. ഈ സജീവനെ കാണാതാവുന്നത് ഇവിടെ വിഭാഗീയത ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്ന ആ ഒരു സമയത്താണ്, അതിന് തലേ ദിവസമാണ് സജീവനെ കാണാതാവുന്നത്. സ്വാഭാവികമായും CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയായ സജീവനെ കാണാതാകുമ്പോൾ സ്വാഭാവികമായും CPM ആണ് ഒരു സമരത്തിന് മുൻപന്തിയിൽ ഇറങ്ങേണ്ടത്. ഇതുവരെ അതുണ്ടായില്ല. മാത്രമല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം അടക്കം ക്ലോസ് ചെയ്തു. കുടുംബത്തിന് യാതൊരു തൃപ്തിയുമില്ല ആ അന്വേഷണത്തിൽ. ഒന്നാമത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറെ നഷ്ടപ്പെടുമ്പോൾ ആ പ്രസ്ഥാനം അതിശക്തമായിട്ട് ഇടപെടേണ്ടതല്ലേ? അപ്പം എന്തുകൊണ്ടാണ് ഇടപെടാതിരുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് തൊട്ടപ്പുറത്ത് കാണുന്ന സമരപന്തൽ. ആ സമരപന്തലിൽ ഇവിടെ അശാസ്ത്രീയമായിട്ട് കരിമണൽ ഖനനം നടത്തിക്കൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ വേദനിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സഖാവായിരുന്നു സജീവൻ. ആ സജീവനെ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ആരും കടലിൽ മുങ്ങാത്തവരല്ല. കടലിൽ മുങ്ങാനും കടലിൽ നിന്ന് നിവർന്നു വരാനും അഥവാ ദുരന്തമുണ്ടാകുന്ന സമയത്ത് കടലിൽ നഷ്ടപ്പെട്ടു പോയവരുടെ വരെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ സജീവന്റെ ശരീരം പോലും പുറത്ത് കാണാൻ സാധിക്കാത്ത രീതിയിൽ എന്താണ് സജീവന് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒന്നും നടന്നില്ല. ഇവരുടെ മുൻ MP ആരിഫ് ഇടപെട്ടിട്ടില്ല. ഈ സ്ത്രീ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അവരുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമോ ലോക്കൽ കമ്മിറ്റി അംഗമോ ആരവർക്ക് നഷ്ടപ്പെട്ടാലും ആ കുടുംബത്തിന് ധനസഹായം കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അതുപോലും ഇവിടെ ഈ സഹോദരിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇദ്ദേഹം കരിമണൽ കർത്തയ്ക്കെതിരായിരുന്നു, ഇദ്ദേഹം ഈ മണലൂറ്റുകാർക്കെതിരായിരുന്നു. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല യോഗങ്ങളിലും അതിശക്തമായി പാവപ്പെട്ടവർക്ക് വേണ്ടി വാദിച്ചു എന്ന ഒരൊറ്റ കുറ്റം മാത്രമാണ് സജീവൻ ചെയ്തത്. ഈ സജീവന്റെ തിരോധാനം ഒരു കൊലപാതകമാണ് എന്ന് സംശയിക്കുന്നു ഇവരുടെ കുടുംബക്കാർ. എന്തുകൊണ്ടാണ് ഈ കേസന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ മറ്റൊരു മറുപടി ഞാൻ പറയാം. ഇത് തന്നെയാണ് കരുവന്നൂര് സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായത്. ജയിലിനകത്ത് കിടക്കുന്ന സതീശന്റെയും അരവിന്ദാക്ഷന്റെയും എല്ലാ നീക്കങ്ങളും അറിയാവുന്ന അവരുടെ സന്തത സഹചാരികളായിട്ട് 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ പേര് അരുൺ എന്നാണ്. അരുൺ ഒരു ദിവസം രാത്രി 1 മണിക്കാണ് ലോറി തട്ടി മരിക്കുന്നത്. ലോറി തട്ടി മരിച്ചു എന്നാണ് പറഞ്ഞത്. ലോറി കയറ്റി അരുണിനെ കൊല്ലുകയാണ്. 1 മണിക്ക് അരുണിന്റെ മൃതശരീരം അത് ഏറ്റുവാങ്ങാൻ വേണ്ടി ഈ വിവരമറിഞ്ഞ് ഈ അരുണിനെ അന്വേഷിച്ച ആളുകൾ എത്തുന്നതിന് മുൻപ് മൃതശരീരം ഏറ്റുവാങ്ങിയത് കരുവന്നൂർ സഹകരണ സംഘ തട്ടിപ്പിലെ പ്രതിയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻ മന്ത്രി, കേരളത്തിന്റെ മുൻ മന്ത്രി AC മൊയ്തീന്റെ മറ്റൊരു കൂട്ടുകാരനും കൂടിയിട്ടാണ്. 1 മണിക്ക് വണ്ടി അപകടം ഉണ്ടാകുന്നു. 1:10 ആകുമ്പോഴേക്കും അരവിന്ദാക്ഷൻ അവിടെ എത്തുന്നു. അവർക്ക് താല്പര്യമുള്ള സഖാക്കന്മാരെത്തുന്നു. ആ ബോഡി അവർ ഏറ്റുവാങ്ങിയാണ്. ആ അരുണിന്റെ അമ്മ ഇന്ന് ഭ്രാന്തീയമായ അവസ്ഥയിൽ ജീവിക്കുകയാണ്. ഒരു അന്വേഷണം വേണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ആവശ്യപ്പെട്ടില്ല. കാരണം എന്താണ്? അരുണിന്റെ കയ്യിൽ രേഖകളുണ്ട്. ഇവരുടെ ഓരോ ദിവസത്തെയും യാത്രകളുണ്ട്. ഇവർ ഓരോ ദിവസവും ചാക്കിൽ കെട്ടി പണം കൊണ്ടുവന്ന് സഹകരണ സംഘത്തിൽ കള്ളപ്പണം കൊണ്ടുവന്ന് ഇറക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അത് അരുണിനറിയാം. ഒരു ഘട്ടത്തിൽ അരുൺ അത് മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ട്. അപ്പൊ അരുണിനെ കൊലപ്പെടുത്തി. രണ്ടാമത് ജോഷിയാണ്. ജോഷി പാർലിക്കാട്ടുകാരനാണ്. ഈ ജോഷി ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യാൻ മനസ്സുള്ള ഒരാളല്ല. എന്തുകൊണ്ടാണ് ജോഷി ട്രെയിനിന്റെ മുന്നിൽ, റെയിൽവേ ട്രാക്കിന്റെ മുന്നിലാണ് ജോഷിയുടെ ശവശരീരം കണ്ടുകിട്ടുന്നത്. ഒരു പരിക്കും ജോഷിക്കില്ല. ഒരു ട്രെയിൻ കയറി ഇറങ്ങി പോയാൽ ശരീരത്തിൽ എവിടെയും അപകടം ഉണ്ടാവില്ലേ? അതുപോലും അന്വേഷിക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. എന്താ കാരണം? ഇതെല്ലാം ഒരു ചെയിനാണ്. അഴിമതിക്കാർക്കെതിരെ ആരാണോ പ്രതികരിക്കുന്നത്, കൊല്ലാൻ പറ്റുന്നവരെ കൊല്ലുക, പണം കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റുന്നവരെ അങ്ങനെ സ്വാധീനിക്കുക, അങ്ങനെ ഒരു മുഖം രക്ഷിച്ചുകൊണ്ടുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സജീവൻ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും സജീവന്റെ കുടുംബത്തിനോട് ഞാൻ പറഞ്ഞത്, ഞാനൊരു MLA-യോ MP-യോ ആയിട്ടില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അത് ഞാൻ ആയാലും ആയില്ലെങ്കിലും സജീവന്റെ ഭാര്യയ്ക്ക് ഒരു സഹോദരിയായിട്ട് ഏത് നിമിഷവും ഞാൻ ഉണ്ടാകുമെന്ന് വാക്ക് കൊടുത്തുകൊണ്ട്
എൻ്റെ സേവനം ഈ കുടുംബത്തിനകത്തുണ്ടാകും. മറ്റു വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ ഇപ്പൊ പരിമിതിയുണ്ട്, കാരണം സ്ഥാനാർത്ഥിയാണ്, കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ളത് കൊണ്ട്. പക്ഷെ ഞാൻ എന്തായാലും ശരി സഖാവിന്റെ ഭാര്യയാണ്. പക്ഷേ ദുരന്തം അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള അമ്മമാരെ നെഞ്ചിൽ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു തീരുമാനവുമായിട്ട് തന്നെയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകും.